CJP സമരം കത്തിപ്പടരുകയാണ്. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു, ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു. പക്ഷേ സമരം അവസാനിപ്പിക്കാൻ CJP തീരുമാനിച്ചിട്ടില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. പക്ഷേ അത് ഇതുവരെയും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നാളെ അടുത്ത ഘട്ട ചർച്ച നടത്താം എന്നാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചില ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR പിൻവലിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മരണപ്പെട്ട കുട്ടികൾക്ക്, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാം എന്നുള്ള കാര്യത്തിലുമൊക്കെ അനുഭാവപൂർണ്ണമായ നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഒരു വീഡിയോ പുറത്തിറക്കുന്നത്. അതായത് CJP സമരത്തിൽ ഉയർന്ന ആവശ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രതികരിക്കുകയായിരുന്നു. പക്ഷേ ആ പ്രതികരണം എത്രത്തോളം വാല്യൂബിളാണ് എന്ന് CJP പ്രവർത്തകർ തന്നെ പിന്നീട് പറയുന്നുണ്ട്. അത് ഒരിക്കലും പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ വിശ്വസിക്കാവുന്നതല്ല എന്ന രൂപത്തിലാണ് അവർ പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി ആ പ്രതികരണത്തെ പരിഹസിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ഇത്രയും ദിവസം മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ അങ്ങനെയെങ്കിലും പറയേണ്ടി വന്നത് ഈ സമരത്തിൻ്റെ പോക്ക് കണ്ടിട്ടാണ്, സമരത്തിന് കിട്ടുന്ന പിന്തുണ കണ്ടിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അജിംസ്, ഈ സമരം ഇങ്ങനെ നീണ്ടുപോയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് ഉണ്ടാക്കും എന്ന് മോദി അടക്കമുള്ളവർ ഭയക്കുന്നുണ്ടോ? ഈ സമരം ഇന്ന് നടന്നിട്ടുള്ള ചർച്ചയിൽ നാളെ വരെ സമയം തരണം എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത് CJPയോട്. ആക്ച്വലി ദേ ആർ ബൈങ് ടൈം, സമയം ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയം ചോദിക്കുമ്പോൾ ഇവരെന്താണ് ചിന്തിക്കുക, എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ സർക്കാരിൻ്റെ ഒരു ബിഹേവിയർ അങ്ങനെയാണ്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ വേണ്ടി അതിനുള്ളൊരു സമയം ചോദിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും എന്ന്. കാരണം അവർ പരമാവധി ശ്രമിക്കും രാജിവെക്കാതിരിക്കാൻ. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഒരു റീഷഫ്ലിങ്ങിലൂടെ അയാളെ മാറ്റിയേക്കും. അയാൾ വേറൊരു വകുപ്പ് കൊടുത്തുകൊണ്ട് അയാളെ മാറ്റി സ്ഥാപിക്കും എന്നല്ലാതെ രാജിവെച്ച് ഒഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എപ്പോഴും. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്രമൈസിലേക്ക് എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇതൊരു ആൻറ്റി ഇൻകംബൻസിയാണ്. അത് ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞൊരു പ്രത്യേക ജനറേഷനിലെ ആൻറ്റി ഇൻകംബൻസിയുടെ തീവ്രത കൂടുതലാണ് എന്നാണ് നമ്മൾ ഇതുവരെ പുറത്തു വന്ന കണ്ടൻറ്റ്, ഈ വീഡിയോ കണ്ടൻറ്റുകളിൽ നിന്ന് മനസ്സിലാവുന്നത്, അവിടെയുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാവുന്നത്. അതും ഉത്തരേന്ത്യയിലെ ജനം, പ്രത്യേകിച്ചും UP, രാജസ്ഥാൻ, ബീഹാർ, നമ്മൾ ഈ ജന്തർ മന്ദറിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ കാണുന്നത് ബീഹാറിലെ ദൃശ്യങ്ങളാണ്. ബീഹാറിലേത് കുറേ കൂടി വയലൻ്റ് ആയിട്ടുള്ള സമരമാണ് നടക്കുന്നത്. ഇന്ന് അവിടെ ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വെടിയേറ്റിട്ട്. അപ്പോൾ വെടിവെപ്പ് നടക്കുന്ന അത്ര വയലൻ്റ് ആയിട്ടുള്ള അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. നമുക്കറിയാം ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത അതൊരു ബിമാരു സ്റ്റേറ്റ് ആണെങ്കിലും ഈ പറയുന്ന ഈ നീറ്റ് പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിൽ അവർ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും മിക്കവാറും ടോപ്പേഴ്സൊക്കെ ബീഹാറിൽ നിന്നുള്ള ആളുകളായിരിക്കും. സിവിൽ സർവീസ് ആവട്ടെ, നീറ്റ് ആവട്ടെ, എന്തെങ്കിലും. കാരണം അവരെ സംബന്ധിച്ച് ആകെ ജോലി കിട്ടാനുള്ള സാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സൈന്യം, സിവിൽ സർവീസ്, നീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രൊട്ടസ്റ്റ് ഭയങ്കര ഭീകരമാണ്. നമ്മൾ ജന്തർ മന്ദറിൽ കാണുന്ന പോലെയല്ല, കുറേ കൂടി വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട BJPക്ക് മേൽക്കൈയുള്ള സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ, UP, ഈ സംസ്ഥാനങ്ങളിൽ യുവാക്കൾക്കിടയിൽ അതിഭീകരമായ അസംതൃപ്തിയുണ്ട് എന്ന് ഇന്ത്യയിലുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊന്ന്, നീറ്റ് പേപ്പർ ലീക്ക് മാത്രമല്ലല്ലോ ഇപ്പോഴത്തെ മുദ്രാവാക്യം. നമ്മൾ ജന്തർ മന്ദറിൽ നോക്കുക. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ അല്ല അവർ ചീത്ത വിളിക്കുന്നത്, അവർ മോദിയെ തന്നെയാണ് വിളിക്കുന്നത്. മോദിയാണ് പ്രശ്നം എന്നുള്ളതാണ്. അതായത് യുവതലമുറയ്ക്കിടയിൽ മോദി അൺപോപ്പുലറായി കഴിഞ്ഞു എന്ന മെസ്സേജ് കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലമായൊരു നീറ്റ് പേപ്പർ ലീക്കിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധരാത്രി 12 മണിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ഞങ്ങൾ കുറേ കൂടി സ്ട്രിക്റ്റർ ലോ കൊണ്ടുവരും ഈ നീറ്റ് ചോർത്തുന്നവരെ ശിക്ഷിക്കാൻ. അതായത് മോഷണം നടന്നാൽ മോഷ്ടിക്കുന്നവനെ ശിക്ഷിക്കാൻ ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ നിയമം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഇത് മോഷണം നടക്കാതിരിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതല്ല. അതായത് നീറ്റ് പേപ്പർ ലീക്ക് തടയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നീറ്റ് തന്നെ എടുക്കുക. നീറ്റിൻ്റെ പ്രശ്നം എന്താണ്? അതിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് സ്വഭാവമാണ്. ഇപ്പോൾ DMK, MK സ്റ്റാലിൻ അവർ കുറേ കൂടി പുഷ് ചെയ്യുന്നതിനാണ് ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുക, ഡീസെൻട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്.
കോൺഗ്രസിൻ്റെ തന്നെ ഈ നീറ്റ് വന്നപ്പോൾ മുതലുള്ള അവരുടെ ഔദ്യോഗിക നിലപാട് അതുതന്നെയാണ്. സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് അത് ഡീസെൻട്രലൈസ് ചെയ്യണം എന്നുള്ളതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നീറ്റ് പോലുള്ള എക്സാമുകൾ ഞങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് രാഹുൽ ഗാന്ധി പലയിടത്ത് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണത് ഇതിനെ ഡീസെൻട്രലൈസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഡീസെൻട്രലൈസ് ചെയ്താൽ ലീക്ക് കുറയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതത് സംസ്ഥാനങ്ങളുടെ സുരക്ഷാ സംവിധാനം പോലെയൊക്കെ ഇരിക്കും. പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, നമുക്ക് കറൻസി അച്ചടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് അതിശക്തമായ സൈനിക വിഭാഗങ്ങളുണ്ട്, പാരാമിലിറ്ററി ഉണ്ട്. എന്നിട്ടും ഈ നീറ്റിൽ പേപ്പർ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ അത് ഈ സിസ്റ്റത്തിൻ്റെ തകരാറാണ്, ഇവരുടെ കഴിവുകേടാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ ഇവരുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഡയലമയുണ്ട്. ഒന്ന്, ഇത് അംഗീകരിക്കുക, ഈ തെറ്റ് അംഗീകരിക്കുക, നടപടി സ്വീകരിക്കുക. നടപടി സ്വീകരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാനമാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു അടിയായി മാറും. പിന്നീട് പല ആവശ്യങ്ങളും ഉയർന്നു വരും. ഇപ്പോൾ ഇന്ന് ധർമ്മേന്ദ്ര പ്രധാനമാണെങ്കിൽ നാളെ ചിലപ്പോൾ ഈ CJPയുടെ മാനിഫെസ്റ്റോ നമ്മൾ ഓർക്കണം. CJP ഒരു ഓൺലൈൻ സറ്റയർ മൂവ്മെൻ്റായിട്ട് വരുമ്പോൾ അവരുടെ മാനിഫെസ്റ്റോയിൽ പല കാര്യങ്ങളുണ്ട്. സറ്റയറായിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, E20 പെട്രോളുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ നാളെ ഇനി CJP മറ്റൊരു ആവശ്യമായിട്ട് ഉന്നയിച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ, കാരണം ഈ ഒരു വിഷയത്തിലല്ല യുവാക്കൾക്ക് പ്രതിഷേധം, രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, രാജ്യത്തെ തൊഴിൽ സാധ്യതയെക്കുറിച്ച്, പലവിധ, അതുപോലെ ഈ കമ്മ്യൂണൽ പോളറൈസേഷനെ കുറിച്ച്, ഇങ്ങനെ പലതരം ആങ്സൈറ്റി, ആശങ്കകൾ ഈ യുവാക്കൾക്കുണ്ട്. അപ്പോൾ തങ്ങൾ 12 വർഷമായി ഡെസിമിനേറ്റ് ചെയ്തിട്ടുള്ള ഈ ബിഗോട്ടറി, ഈ വർഗീയത ഈ പറയുന്ന തലമുറ ഒട്ടുമേ സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സമരം. അപ്പോൾ ഇത് മൊത്തം ഇവരെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട, അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അവരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട പ്രശ്നമാണ്. വലിയ പ്രതിസന്ധിയിലേക്കാണ് സർക്കാരും BJP എന്ന പാർട്ടിയും പോകുന്നത്. അപ്പോൾ ബുദ്ധിയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഒന്ന് താഴ്ന്നു കൊടുത്ത് തെറ്റ് തിരുത്തുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുന്ന രീതിയിൽ എന്തിനും ചെയ്യണം. പക്ഷേ ഈ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒതോറിറ്റേറിയൻ സ്വഭാവമുള്ള ഭരണകൂടങ്ങളുടെ ഒരു പ്രശ്നം, അവരുടെ തെറ്റ് അവർ സമ്മതിക്കില്ല എന്നതാണ്. അവിടെയാണ് അവർക്ക് വീഴ്ച പറ്റുന്നത്. ഇത് വളരെ നിർണായകമായ ഒരു ദശാസന്ധിയാണ്, ഒരു നിർണായക ചരിത്ര നിമിഷമാണ്. എന്ത് BJPയെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ഇത്. അപ്പോൾ ഇനി ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ BJP സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ സമരം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കുക. CJP എന്ന പാർട്ടി ഉണ്ടായിട്ട് എത്ര ദിവസമായി? മാസങ്ങളല്ല, ദിവസം എത്രയായി? ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ഓൺലൈൻ മൂവ്മെൻറ്റ് ഇത്രയധികം യുവാക്കളെ ആകർഷിച്ച് ജന്തർ മന്ദറിൽ കൊണ്ടുവരുന്നു. രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരങ്ങളുണ്ടാകുന്നു. ഇത് അപ്രതീക്ഷിതമാണ്. ഇപ്പോൾ കർഷക സമരം സംബന്ധിച്ച് കർഷക സംഘടനകൾക്ക് അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കർഷകരെ കൊണ്ടുവരാം. CA പ്രൊട്ടസ്റ്റ് ആവട്ടെ, വ്യത്യസ്ത സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകളും രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടെ ആളുകളെ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. ഇതങ്ങനെയല്ല, കേവലമായ ഓൺലൈൻ ഓർഗനൈസേഷൻ. ഇത് വലിയൊരു തലവേദനയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്. ഇപ്പോൾ നമ്മൾ ഇന്നലെ പുറത്തുനിന്നൊരു വാർത്തയായിട്ടില്ല, ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. BitChat എന്ന് പറയുന്ന ഒരു ആപ്പ് ഇന്നലെ സർക്കാർ നിരോധിച്ചു. BitChatൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ആൾക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റിൽ ഇത് വ്യാപകമായി ഉപയോഗിച്ചു എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലായി. അവിടെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ടും ആ സമരത്തെ അത് തെല്ലുമുലച്ചിട്ടില്ല. അവർ BitChat ഉപയോഗിക്കുന്നത്. അപ്പോൾ BitChat എങ്ങനെയാണ് പ്രവർത്തിക്കുക? ബ്ലൂടൂത്ത് വഴിയാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ടാൽ ഒരു ഫോണിൽ BitChat ഉണ്ടെങ്കിൽ മറ്റൊരു ബ്ലൂടൂത്ത് അത് കണക്റ്റഡ് ആവുകയും ഈ മെസ്സേജുകൾ കൈമാറി പോവുകയും അവസാനം ഇൻ്റർനെറ്റുള്ളടുത്ത് വ്യാപകമായി അത് പരക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് എൻ്റെ മെസ്സേജിങ് സംവിധാനം. മെഷ് എന്നാണ് പറയുക. അപ്പോൾ BitChat നിരോധിക്കുകയാണ്. എന്തിന്? അതിൻ്റെ ഇറങ്ങിയ ഉത്തരവ് വായിച്ച ഭയങ്കര തമാശയാണ്. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചേക്കാം എന്നുള്ളതാണ്. നമ്മൾ ഏതാനും ആഴ്ച മുമ്പാണ് ടെലഗ്രാമിനെതിരായിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചത്. അത് നീറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞത് നീറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല, അതിനെതിരെ ഉയരാനുള്ള പ്രക്ഷോഭങ്ങളെ തടയാൻ വേണ്ടിയാണ്. അങ്ങനെ നീക്കമുണ്ട്. അത്തരം നീക്കങ്ങൾ ഇനി വ്യാപകമാകുമോ എന്നാണ് നമ്മൾ ആശങ്കയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ, ഈ ജെൻസി എന്ന് പറയുന്നത് BJPയും മിത്രങ്ങളും ധാരാളമായി അധിവസിക്കുന്ന ആ എക്കോസിസ്റ്റത്തിലല്ല അവർ വ്യാപകമായി എക്സിലും വാട്സപ്പിലും ഫേസ്ബുക്കിലുമാണ് ഉള്ളതെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന മെസ്സഞ്ചർ ആപ്പുകൾ വേറെയാണ്. അത് സ്നാപ്ചാറ്റ് മുതൽ ഇപ്പോൾ BitChat പോലുള്ള ഇത്, പിന്നെ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റികൾ ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ട്. അത്തരം ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റികളെന്ന് വെച്ചാൽ അത് ഗ്രൂപ്പ് ചാറ്റുകളായിരിക്കും. ഗ്രൂപ്പ് ചാറ്റുകൾ ഉപയോഗിച്ച് അവർ സംസാരിക്കുന്ന ഭാഷ പോലും ഡീകോഡ് ചെയ്യാൻ ആർക്ക് കഴിയില്ല, സർവൈലൻസ് സംവിധാനം കഴിയില്ല. അതിന് പെഗാസസ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അവർ ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ ജൻസി ഭാഷയിലാണ് സംസാരിക്കുക. അത് പുറത്തുനിന്ന് ഒരാൾക്ക് വായിച്ചെടുക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഇത്തരം ആപ്പുകളുടെ ഇന്ത്യയിലെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ഇന്നലെ നോക്കി. ഇതിപ്പോൾ BitChat ആവട്ടെ, ഡിസ്കോഡ് ആവട്ടെ, അങ്ങനെയുള്ള സ്നാപ്ചാറ്റ് ആവട്ടെ, ഇവയ്ക്ക് വലിയ തോതിലുള്ള സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ഇന്ത്യയിൽ.
പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല. ഈവൻ മാർക്കറ്റ് പോലും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം മാർക്കറ്റിംഗുകാരാണുള്ളത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിംഗ് ഇപ്പോൾ വാട്സപ്പ് ആവട്ടെ, മെസ്സഞ്ചർ ആവട്ടെ, ഇൻസ്റ്റ ആവട്ടെ, ഇതൊക്കെ മാർക്കറ്റിംഗുകാർ ശ്രദ്ധിക്കും. മാർക്കറ്റിംഗുകാരുടെ പോലും ശ്രദ്ധയിൽ വരാത്ത രീതിയിൽ ജെൻസിക്കിടയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന മെസ്സേജിങ് ആപ്പുകളുണ്ട്. അപ്പോൾ അവരത് ഉപയോഗിക്കുന്നതിനാണ്, ഒന്ന് പ്രൈവസിക്ക് വേണ്ടിയാണ്, പിന്നെ ഒരു നീഷ് ആയിട്ടുള്ള ഗ്രൂപ്പുമായിട്ട് മാത്രം സമ്പർക്കപ്പെടുക, അമ്മാവന്മാരെ കാണാതെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജെൻസി തലമുറയിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അയാൾ പലതരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള മെസ്സേജിങ് ആൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്. വാട്സപ്പ് അവർ ഉപയോഗിക്കുന്നത് പ്രധാനമായും ഫാമിലിയായിട്ട് സംസാരിക്കാനാണ്, ഫാമിലി ഗ്രൂപ്പിൽ പേരൻസുമായിട്ട് സംസാരിക്കാൻ. സ്നാപ്ചാറ്റ് അവർ ഉപയോഗിക്കുന്നതിനാണ്, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാതിരിക്കും. ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉപയോഗിക്കുന്ന ഗെയിമിംഗ് ഉത്സുകരായിട്ടുള്ള ആളുകൾ അത് ഉപയോഗിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത തരം മെസ്സേജിങ് ആപ്പുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവിടെയൊന്നും തങ്ങളുടെ നോട്ടം എത്തിയിട്ടില്ല എന്ന തിരിച്ചറിവ് ഒരു പക്ഷേ BJP ഉണ്ടായിട്ടുണ്ടാവും. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇൻസ്റ്റ എത്രമാത്രം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുതൽ, മിനിഞ്ഞാന്ന് മുതൽ ഇൻസ്റ്റ പ്രശ്നമാണെന്ന് പറയുന്ന മിത്രങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. മെറ്റയുടെ തലവൻ 3 പേരുടെ പേര് വെച്ചിട്ടാണ്. ഇവരൊക്കെ പഴയ UPA സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാരായിരുന്നു. അതിലൊരു സ്ത്രീ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണെന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇൻസ്റ്റ എന്നുള്ളത് ഇവർ എന്ത് എക്കോസിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചോ അതിനെ തകർത്ത് കളഞ്ഞ ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ടിക്ടോക്ക് നിരോധിച്ചതിന് ശേഷമാണ് ഇൻസ്റ്റ ഇവർ സപ്പോർട്ട് ചെയ്തത്. ടിക്ടോക്ക് നിരോധിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായി സംശയിച്ചു, എന്തിനാണ് ടിക്ടോക്ക് നിരോധിക്കുന്നത്? ഡാറ്റ കൊണ്ടുപോകും അത്രേ. നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഫോണുകളിൽ പലതും ചൈനീസ് മെയ്ഡാണ്. അവർക്ക് ഡാറ്റ കൊണ്ടു ചോർത്താണെങ്കിൽ അവർക്ക് വേറെ പല സംവിധാനമുണ്ട്. നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിന് മുഴുവൻ എക്യുപ്മെൻറ്റ്സും ചൈന ഇറക്കുമതി ചെയ്തതാണ്. അവർക്ക് ചോർത്തണമെങ്കിൽ അവർക്ക് വേറെ പല മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ടിക്ടോക്ക് നിരോധിച്ച് ഇൻസ്റ്റയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഷോർട്ട് റീൽസ് ഈ കോവിഡിന് ശേഷം വ്യാപകമായതോടുകൂടി അതുണ്ടാക്കിയെടുത്ത വേറൊരു എക്കോസിസ്റ്റം, അതിൻ്റെ കൺസ്യൂമേഴ്സ്, അത് ഇവർ ഉദ്ദേശിച്ച രീതിയിലൊക്കെ അല്ലാതെ പോയത് ഈ 6 വർഷത്തെ അവരുടെ ഈ സോഷ്യൽ മീഡിയ അനുഭവത്തിൽ നിന്ന് ഉണ്ടായ ഒരു തിരിച്ചടിയാണ്. ഞാൻ ബലമായി സംശയിക്കുന്ന ഒരു കാര്യം, ഈ സമരം ചിലപ്പോൾ അവസാനിച്ചേക്കാം, ചിലപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേക്കാം, അല്ലാതെയോ ഈ സമരം അവസാനിച്ചേക്കാം. ഇനി ഈ കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നത് ഇത്തരം മെസ്സേജിങ് ആപ്പുകളെ, ജെൻസി ഉപയോഗിക്കാൻ സാധ്യതയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളെ അവർ കുറേ കൂടി വരുതിയിൽ വരുത്താനുള്ള കുറേ കൂടി ശക്തമായ ശ്രമം അവർ തുടരും. കാരണം ഇത് അവരുടെ അന്ത്യം കുറിക്കുന്ന ഒരു ട്രെൻഡാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ സമയം ചോദിക്കുന്നത് പോലും ഞാൻ സംശയത്തോടെ കാണുന്നത്, നാളെ വരെ സമയം ചോദിക്കുന്നത് പോലും സംശയത്തോടെ കാണുന്നത്, ഈ 12 വർഷം ഇവർ അങ്ങനെയാണ് ബിഹേവ് ചെയ്തത്. പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളോട് ബിഹേവ് ചെയ്ത് അങ്ങനെയാണ്. അവരോട് ഒരു തരത്തിലുള്ള അനുഭാവം പുലർത്തിയിട്ടില്ല. ഇവിടെ തന്നെ അവർ എന്തെങ്കിലും അനുഭാവം, ഒരു ന്യൂട്രൽ ലൊക്കേഷനിൽ വന്ന് സമരം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം പോലും അംഗീകരിക്കുന്നത് ഈ സമരം ചെയ്യുന്നവരുടെ പേരൻസിനോർത്താണ്. അവർ തങ്ങളുടെ വോട്ടർമാരാണ്, ഇവരെ ഞങ്ങൾ തല്ലുകൊണ്ട ദൃശ്യങ്ങൾ ധാരാളമായി പ്രചരിച്ചു. അത് ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ടപ്പോൾ ഇൻസ്റ്റയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസ് ഇപ്പോൾ എന്താണെന്ന് അറിയോ? ആളുകൾ വന്ന് സ്വന്തം വാഹനത്തിൽ കെട്ടിവെച്ചിട്ടുള്ള BJPയുടെ കോടി പറിച്ചു കളഞ്ഞ് ഞാൻ ഇനി മുതൽ BJP അല്ല എന്ന് പറയുന്ന റീൽസാണ്. അത് വ്യാപകമാണ്. ജന്തർ മന്ദറിൽ BJPക്കാരനായ ഭർത്താവിനെയും കൊണ്ടുവരുന്ന ഭാര്യ, അദ്ദേഹം ഇന്നു മുതൽ അന്ധഭക്തനല്ല എന്ന് പ്രഖ്യാപിക്കുന്ന റീൽസ്. ഇതൊന്നും ചെറിയ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുക ആളുകൾക്കിടയിൽ. കുറഞ്ഞ പക്ഷം ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിനിടയിൽ ചെറിയ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുക. ഇപ്പോൾ ഈ BJPയെ സംബന്ധിച്ചും RSSനെ സംബന്ധിച്ചും മോദി സർക്കാരിനെ സംബന്ധിച്ചും അവർക്ക് നിർണായകമായൊരു സമയമാണിത്. അവർ ഈ സമയം, അവർക്ക് ലഭിക്കുന്ന സമയം, നാളെ പറയാം മറ്റന്നാൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തീർച്ചയായിട്ടും കുറേ കൂടി ശക്തമായ നടപടികളിലേക്ക് പോകാനാണ് സാധ്യത. അത് എങ്ങനെ ഈ പറയുന്ന തലമുറ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു നോക്കിയിരിക്കും. സാഹേ, മുമ്പും ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്, ജന്തർ മന്ദറിലടക്കം നീണ്ട സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ കേന്ദ്ര സർക്കാർ അനങ്ങിയിട്ടില്ല. ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുക, പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ പാതിരാത്രി ഇറങ്ങുക, ഇത്തരം സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ സമരത്തോട് കുറച്ചെങ്കിലും അനുഭാവപൂർവ്വം പ്രതികരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തല്ലോ. ഇത് ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഏതെങ്കിലും നിലക്കൊരു ചാപ്പയടിച്ച് ഇല്ലാതാക്കാൻ പറ്റില്ല ഈ സമരത്തെ. എന്ന് വെച്ചാൽ BJP ആദ്യം ആലോചിക്കുന്നത് എന്താണ്? പാകിസ്ഥാൻ അല്ല ജിഹാദി ഖലിസ്ഥാൻ ഓരോ ഡ്രസ്സ് നോക്കിയാൽ മതി, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ വളരെ എളുപ്പം അത് മറികടക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു ഏത് സമരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിലും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, CJPയുടെ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള മുസ്ലിം ആക്ടിവിസ്റ്റുകൾ അവർ ഫേസ്ബുക്കിലൊക്കെ ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമരത്തിൽ മുസ്ലിം ചെറുപ്പക്കാർ പങ്കെടുക്കണമോ എന്ന് വെച്ചിട്ട്. അതിൽ ഒത്തിരി ആളുകൾ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പങ്കെടുക്കരുത് എന്നാണ്. കാരണം ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഏതെങ്കിലും നിലക്കുള്ള ഒരു മുസ്ലിം സാന്നിധ്യം അവിടെ വന്നു കഴിഞ്ഞാൽ അത് വെച്ച് അതിനെ ഡീമണൈസ് ചെയ്യുക, അത് വെച്ച് അതിനെ ആക്രമിക്കുക, അതിനില്ലാതാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി നടക്കും. രണ്ടാമത്തത് അവർ പറഞ്ഞു വെച്ചാൽ, ഈ മുസ്ലിങ്ങളൊരു മുസ്ലിം ജനത എന്നുള്ള നിലക്ക് തന്നെ അതിജീവന പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ നിരന്തരം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ
പിന്നെ ഡസൻ കണക്കിന് പള്ളികളാണ് പൊളിച്ചത്. അത് ഇന്ത്യയിൽ എവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൊന്നും ഒരു ശബ്ദമുയർത്താൻ സാധിക്കാത്ത ആളുകൾ ഇങ്ങനെ എന്താണ് ഒരു മധ്യവർഗ ആകുലതയുടെ ഭാഗമായിട്ട് വെറുതെ പോയി സമയം കളയേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത് വലിയ തോതിൽ ഈ സോഷ്യൽ മീഡിയ സ്പേസിൽ ഡിബേറ്റ് നടന്നൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുസ്ലിം ഡിസ്റ്റൻസ് ആദ്യം തന്നെ ഉണ്ട്. മുസ്ലിങ്ങളൊരു സെൽഫ് ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അതിനകത്ത്, മുസ്ലിം ആക്ടിവിസ്റ്റുകളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള ഒരു അങ്ങനെ ഒരു സെൽഫ് ഡിസ്റ്റൻസ് എടുക്കുന്നതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അപകടങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. കാരണം ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ഇവിടെയുള്ള ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ്റെ ഭാഗമാകാൻ പറ്റില്ല. അങ്ങനെ ഭാഗമാകുന്ന എന്തോ ഒരു കുടിലമായ അതെന്താണ് മരുന്നിട്ട് കൊടുക്കലാണ്, അത് പ്രശ്നമാണ്, കുഴപ്പമാണ് എന്ന് പറയുന്ന ആ നെറേറ്റീവ് ഇറ്റ് സെൽഫ് അത് അപകടകരമാണ്. പക്ഷെ അത് അവിടെ ഇരിക്കട്ടെ. കാരണം ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിദൂര സാധ്യത ഈ ഭരണകൂടത്തിൽ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത് പരമാവധി നോക്കുന്നുണ്ട്. ഇന്ന് അർണബ് ഗോസ്വാമിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഇത് ഞാൻ കണ്ടു. ഇന്നലത്തെ രാത്രിയാണോ ഇന്നത്തെയാണോ എനിക്കറിയാം. ഇന്നാണ് ഞാനത് കണ്ടത്. എന്താണെന്ന് വെച്ചാൽ ജന്തർ മന്ദറിൽ കൂട്ടത്തോടെ ഫുഡ് പാക്കറ്റുകൾ വരുന്നു. ഡെലിവറി ഈ ഫുഡ് ഇതുണ്ടല്ലോ, ഡെലിവറി ആപ്പുകൾ വഴി ഫുഡ് ഡെലിവറി കൂട്ടത്തോടെ വലിയ തോതിൽ ഫുഡ് ഡെലിവറി നടക്കുന്നുണ്ട്. ഹൂ പേ ഫോർ ഇറ്റ്? Nation wants to know. Nation wants to know. Somebody sitting in Qatar pay for it. ചുമ്മാ അറിയില്ല, ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചില്ല. ഇത് ആവർത്തിച്ച് പറയുകയാണ്. ഖത്തറിൽ നിന്ന് ആരോ ഇതിന് പൈസ അടക്കുന്നുണ്ടെന്നാണ്. അല്ലാതെ ഇതെങ്ങനെയാണ് ഈ ഫുഡ് പാക്കറ്റിലൂടെ എത്തുന്നത്? അപ്പം ഇഫ് സംബഡി സിറ്റിംഗ് ഇൻ ഖത്താർ പേയിങ് ഫോർ ഇറ്റ്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ്? ഡിഡ് രാഹുൽ ഗാന്ധി വിസിറ്റ് ഖത്താർ? അയാൾ ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധി ഖത്തറിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഖത്തറിൽ നിന്ന്? ഇത് എൻ്റെ ഈ MV ഗോവിന്ദൻ കുറേ ദിവസം പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ കാരണമായല്ലോ. അതേപോലെ ഇത് പിന്നിൽ ഖത്തർ എന്നായിട്ടുണ്ട്. ഇതിപ്പോൾ 2 ആഴ്ച മുമ്പ് JD വാൻസ് ഇൻ്റർവ്യൂവിൽ, പ്രസിദ്ധമായ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എന്നെ ഖത്തറിൻ്റെ ആളാക്കി കളഞ്ഞു. ആര്? ഡെമോക്രാറ്റുകാർ തന്നെ, റിപ്പബ്ലിക്കൻസ് തന്നെ എന്നെ ഖത്തറിൻ്റെ ആളാകുന്നു എന്ന് പുള്ളി പരാതി പറയുന്നുണ്ട്. ഇപ്പോൾ ജന്തർ മന്ദിറുള്ള ആളുകൾക്ക് എന്താണ് ഖത്തറിൽ നിന്നാണ് ഫുഡ് ഇതിൻ്റെ ഓർഡർ പോകുന്നതെന്നുള്ളതാണ്. ഈ ഇവിടെ അവിടുന്ന് ബൾക്ക് ഓർഡർ ചെയ്യുകയാണ്. ഖത്തറിൽ നിന്ന് ആരോ ബൾക്ക് ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം BJPയും കേന്ദ്ര സർക്കാർ നേരിട്ട് ഇതുവരെ അതിനെതിരെ വേറെ രസമുണ്ട്. ഇന്ത്യ ടുഡേ എന്നൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. 65,000 രൂപയുടെ പിസ്സ ഓർഡർ ചെയ്തൊരു മണിപ്പൂരുകാരനെ കുറിച്ച്. അതെ നാഗാലാൻഡ് എന്നാൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഓർഡറുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് വരുന്നുണ്ട് പല ഭാഗത്തു നിന്ന്. അതൊക്കെ ഒരു വേറെ നിലക്ക് നമ്മുടെ സമരത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് കേട്ടോ. ഇങ്ങനെ ഈ ഡെലിവറി ബോയ്സ് വന്നിട്ട് അവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഇത് ആര് തന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഓർഡർ വന്നാണ്, കേരളത്തിൽ നിന്ന് ഒന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ്, മണിപ്പൂരിൽ നിന്നാണ്, അങ്ങനെ പറയുന്നു. പിന്നെ ചെറിയ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഫുഡ് പാക്കറ്റുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. സമൂസ ലേലോ എന്നൊക്കെ പറഞ്ഞിട്ട് സമൂസ വിതരണം ചെയ്യുന്നു, വെള്ളം വിതരണം ചെയ്യുന്നു, ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നു. ഇപ്പോൾ ഗുരുദ്വാരകൾ, സിഖ് ഗുരുദ്വാരകൾ വ്യാപകമായിട്ട് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളായി മാറി. ഭക്ഷണ വിതരണം മാത്രമല്ല, രാത്രി ആളുകൾക്ക് വന്ന് കിടക്കാൻ സൗകര്യമൊരുക്കുന്നു. ചില ആളുകൾ ഇങ്ങനെ ഈ ഫുട്പാത്തിലും റോഡ് വക്കിലൊക്കെ കിടന്നുറങ്ങുകയോ ചെയ്യുന്ന ആളുകൾക്ക് വിശറി വീശി കൊടുക്കാൻ വേണ്ടി മാത്രം ആളുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ അങ്ങേയറ്റം ഓർഗാനിക്കായുള്ളൊരു സമരമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നൗഫൽ ചോദിച്ചതിന് ഭരണകൂടത്തിന് ഈ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യും? നമ്മൾ സ്ഥിരം പ്ലേ ബുക്കുള്ള സംഗതികളോട് നടക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇവരുടെ ഒരു ക്ലാസ് ബാക്ക്ഗ്രൗണ്ടും പ്രധാനമാണ്. ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് പ്രധാനമാണ്. ഇതിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ നോക്കൂ. വസ്ത്രം നോക്കിയാൽ തിരിച്ചു മുമ്പ് മോഡി പറഞ്ഞതുപോലെ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ പോയിൻറ്റഡായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ആദിവാസി സമരത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ, ഒരു കർഷക സമരത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ, മുസ്ലിം ചെറുപ്പക്കാരുടെ, മുസ്ലിം വിദ്യാർത്ഥികളുടെ സമരത്തെ കൈകാര്യം ചെയ്താൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം ഏതോ നിലക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും. ഇപ്പം CJPയുടെ തന്നെ വിളിക്കാവുന്ന മുദ്രാവാക്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ നോക്കി. അതിൽ വന്ദേ മാതരമുണ്ട്, ജയ് ഹിന്ദുണ്ട്, പിന്നെ അങ്ങനെ സാധാരണ ഒരു റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവരുടെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജയ് ശ്രീറാമും ജയ് ഭീമും ഒരേപോലെ മുഴങ്ങുന്ന ഒരിടമായി ഇപ്പോൾ ജന്തർ മന്ദർ മാറിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ഈ ഒരു അപൂർവമായിട്ടുള്ളൊരു സന്ദർഭമാണ്. അവിടെ ജയ് ശ്രീറാം മുഴക്കുന്ന കുട്ടികളുണ്ട്, ജയ് ഭീം വലിയ തോതിൽ മുഴങ്ങുന്നുണ്ട്. ജയ് ശ്രീറാം മുഴക്കുന്ന ആളുകൾ തന്നെ ജയ് ഭീമും മുഴക്കുന്നുണ്ട്. അത് പുതിയൊരു നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കോalition രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഏത്
തരത്തിൽപ്പെട്ട ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഏത് ഐഡിയോളജിക്കൽ പൊസിഷനുള്ള ആളാണെങ്കിലും ഇത് മടുത്തിരിക്കുന്നു. ഈ രണ്ടുപേരും മോദിയെ തെറി പറയുന്നു. മോഡിയെ തെറി പറയും. അതെ, ജയ് ശ്രീറാം വിളിക്കുകയും അതേ വാഗൊണ്ട് മോഡിയെ തെറി പറയുകയും ചെയ്യുന്ന ഇതും ഇന്ത്യയിൽ അപൂർവമായിട്ട് ആദ്യമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ സർക്കാരിനുണ്ട്. പക്ഷേ അവർ ആ ഓൾഡ് പ്ലേ ബുക്കാണ് അവരുടെ IT വിഭാഗം ഈ ഓൾഡ് പ്ലേ ബുക്ക് തന്നെയാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് ഏഷ്യനില്ലെന്ന് കണ്ടുകൊണ്ടാണ് രാത്രി 11:53 ജി പ്രത്യക്ഷപ്പെടുന്നത്, ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് നോക്കൂ, നരേന്ദ്രമോദിയുടെ ഓഫീസിൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വീഡിയോഗ്രാഫ് അല്ലെ നമ്മളെ സാധാരണ വീഡിയോ എടുക്കാനുള്ള സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അദ്ദേഹം ഇൻസ്റ്റയിലാണ് എൻഗേജ് ചെയ്യുന്നതാണുകൊണ്ട് അതേ മോഡലിൽ ഒരു സെൽഫി വീഡിയോ ആണ് എടുക്കുന്നത്. ആദ്യത്തെ പാചകം ഹായ് ഫ്രണ്ട്സ് പേപ്പർ, ആ വാക്ക് വെച്ചത് പേപ്പർ ലീക്ക് എന്നുള്ള വാക്ക് ഇവരുപയോഗിക്കുന്ന വാക്കാണ്. പേപ്പർ ലീക്ക് മാമൂലി എന്താണ്, മാമൂലി ചീസ് നെയ്യേ, അത് മാമൂലി ബാത്ത് അല്ല എന്ന് ആദ്യം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ പ്രശ്നം ഇവിടെ ആളുകൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതല്ല. ആൾ വിശ്വഗുരു അല്ലേ, നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ളതിനേക്കാൾ വിശ്വഗുരുവാണ്. പുറത്തെന്താണെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 1.5 ദിവസത്തിനിടയിലാണ് പോലെ പുറത്തുള്ള മീഡിയകൾ ഇത് വ്യാപകമായി ഇത് കവർ ചെയ്യുന്നത്. സ്കൈന് എല്ലാവരും ഓൾമോസ്റ്റ് നമ്മൾ എന്താണ് അന്താരാഷ്ട്ര ചാനലുകളെന്ന് നമ്മൾ പറയാവുന്ന എല്ലാ മീഡിയ ഇത് ടേക്കപ്പ് ചെയ്തു. അവരുടെ പ്രധാനപ്പെട്ട ഡിബേറ്റായി മാറി. ഈവൻ ബിജെപിയുടെ സ്വാഭാവികം. കഴിഞ്ഞ ആഴ്ചയാണ് ഓസ്ട്രേലിയയിൽ പോയി വന്നത്. ഓസ്ട്രേലിയൻ ചാനലുകളെല്ലാം ഇത് പ്രധാനപ്പെട്ട ഒരു ടോക്കിംഗ് പോയിൻ്റാണ്. സ്കൈയിൽ വന്നു, CNN വരുന്നു, BBC വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നു. അൽ ജസീറ പിന്നെ പോട്ടെ, അത് ഖത്തറാന്ന് വിചാരിക്കാം. DW, ഫ്രാൻസ് 24, റഷ്യൻ TV, CGTN, ഏതാണ്ട് ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കായിരുന്നു. ജിയെ വേദനിപ്പിക്കുക, അതാണ്. പിന്നെ ജി പുറത്ത് സെല്ല് ചെയ്യുന്നത് ഇതല്ല, നമ്മുടെ ഇവിടെ അടിപൊളിയാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ്. അതുണ്ടാക്കിയ ഡാമേജ് ഉണ്ടല്ലോ. ഇപ്പം എന്ത് പ്രധാനമാണ് രാജിവെക്കേണ്ട മന്ത്രി? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല നരേന്ദ്രമോദിയുടെ പ്രശ്നം. നരേന്ദ്രമോദി ഇത്രയും കാലം ഈ യാത്രകളും മുഴുവൻ നടത്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഉണ്ടാക്കിയെടുത്തു എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും വിചാരിക്കുന്നൊരു കാര്യം, അത് പൊളിഞ്ഞു കഴിഞ്ഞു. അതിന് രണ്ടാമത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്തോരം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നറിയോ? എന്തോരം PR കമ്പനികളെ അത് ഹയർ ചെയ്യേണ്ടി വരും, എത്ര പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും, എന്തെല്ലാം നാടകങ്ങളും കളിക്കേണ്ടി വരും. ഈ 1.5 ദിവസത്തിൽ അതുകൊണ്ട് അടിപ്പടലം പൊളിഞ്ഞ് പാളീസായി. കാരണം വെച്ചാൽ ഈ വാർത്തകളിലെല്ലാം ഒരു എജക്റ്റീവായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യം എന്താണ്? എക്സ്ട്രീം റൈറ്റ് വിങ് അതോറിറ്റേറിയൻ റെജീം എന്നുള്ളതാണ്. ഈ സർക്കാർ, നമ്മുടെ ഇന്ത്യ സർക്കാരിനെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ അവതാരകർ വിശേഷിപ്പിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു വാചകമാണ്, ഇതൊരു അതോറിറ്റേറിയൻ റെജീമാണ്. എക്സ്ട്രീം റൈറ്റ് വിങ് അതോറിറ്റേറിയൻ റെജീം എന്നുള്ള ഒരു പ്രയോഗം ഇന്ത്യൻ സർക്കാരിനെ കുറിച്ച്, നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനെതിരെ ഒരു ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. എഗൈൻ അവരെ സംബന്ധിച്ചത് ഈ കോക്രോച്ച്, ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു പാർട്ടി, നമ്മൾ വലിയ പാരീസിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം, മറ്റേ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ, അറബ് സ്പ്രിങ്, ഇങ്ങനെയൊക്കെയുള്ള അന്താരാഷ്ട്ര ശ്രദ്ധിക്കപ്പെട്ട പ്രൊട്ടസ്റ്റുകളുണ്ടല്ലോ, അല്ലെങ്കിൽ നേപ്പാളിലെ ജെൻസി, മറ്റേ ബാംഗ്ലാദേശ് പ്രൊട്ടസ്റ്റ്, ഈ ലോകത്ത് എവിടെയും കേട്ടിട്ടില്ലാത്തൊരു വാക്ക് അവർ കേൾക്കുകയാണ്, കോക്രോച്ച് പാർട്ടി ഫോംഡ് ഫ്രം നോവേ. അങ്ങനെ ഒരു സംഗതി, ഒരു ഓൺലൈൻ സറ്റയർ, ഒരു ഓഫ്ലൈൻ മൂവ്മെൻറ്റായി മാറുന്നുണ്ട്. ഇത് ലോകത്ത് എവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ? എഗൈൻ നമ്മൾ നോക്കും, ഇതിനൊരു ട്രിഗർ ചെയ്ത് വന്നൊരു ആ ബാക്ക്ഗ്രൗണ്ട്, ഇത് നരേന്ദ്രമോദിയല്ല ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാരെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ടവൻ എന്ന് പറയാവുന്ന ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പ്രസ്താവനയല്ല ഒരു വിധി പറയുന്നതിനിടയിൽ അദ്ദേഹം നടത്തിയൊരു പരാമർശമാണ് ഇത് ട്രിഗർ ചെയ്ത് മനസ്സിലാക്കണം. ചെറുപ്പക്കാരെ കുറിച്ച് അദ്ദേഹം കോക്രോച്ചുകളാന്ന് പറഞ്ഞു. അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. എന്നിട്ട് അതേ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചുള്ള കേസ് കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, ഇന്നും എനിക്ക് നേരെയില്ല എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോ കാണാനൊന്നും എനിക്ക് നേരെയില്ല എന്നാണ്. അപ്പോൾ ആ ഒരു അമർഷത്തോടുള്ളൊരു സറ്റയർ, ആ സറ്റയർ ഇപ്പോൾ അജിംസ് പറഞ്ഞ ഒരു ഓൺലൈൻ ഫോർമേഷനായിട്ട് വന്നിട്ടുള്ള ഒരു സറ്റയർ വളരെ പെട്ടെന്ന്. ഈ കോടതിയുടെ കാര്യത്തിൽ ഇന്നൊരു സംഗതി കൂടി വന്നിട്ടുണ്ട്. അതായത് ഒരു ഹർജിയും ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല, അതുകൊണ്ടാണ് കോടതി കത്തിനെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇത് പഴയ കോക്രോച്ച് എന്നുള്ള ഇത് അല്ലല്ല, ഈ വീഡിയോ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു.
അല്ല, കോടതിക്ക് അങ്ങനെ ഇത് എടുക്കാം. ഇപ്പോൾ കോടതിക്ക് ഇപ്പോൾ രജിസ്ട്രിയിൽ വരാത്തൊരു കേസിനെ കുറിച്ച് അങ്ങനെ അല്ലാത്ത സന്ദർഭത്തിൽ, ഇതല്ലാത്ത ഒത്തിരി സന്ദർഭങ്ങൾ കോടതി അത് കേൾക്കാത്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു പ്രസിംഗ് സിറ്റുവേഷനിൽ അത് കോടതി അതും കോടതിയുടെ മൂക്കിന് താഴെ എങ്ങനെ സംഗതി വരുമ്പോൾ ഇങ്ങനെയാണോ കോടതി? ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, CJI അല്ലേ അദ്ദേഹം? എന്താണ് അദ്ദേഹത്തോട് പറയുന്നത്? നമ്മുടെ പിള്ളേരെ ആണി വെച്ച് ലാത്തി വെച്ച് അടിക്കുകയാണ്, കോടതി ഒന്ന് കേൾക്കണം, വീഡിയോസ് കാണിച്ചു തരാം എന്നല്ലേ പറയുന്നത്. പക്ഷെ മെട്രോ സ്റ്റേഷൻ അടച്ചപ്പോൾ തുറക്കാൻ പറഞ്ഞു. അത് സുപ്രീം കോടതിയാണോ? സുപ്രീം കോടതിയുടെ തൊട്ട് മുമ്പിലായിരുന്നു, മുമ്പിലുള്ള. അത് സുപ്രീം കോടതിയാണോ ഹൈക്കോടതിയാണോ? അല്ലല്ല, സുപ്രീം കോടതി തന്നെയാണോ പറഞ്ഞല്ലേ? അല്ല, ഹൈക്കോടതി ഇത് കേൾക്കുകയും ചെയ്തിട്ടുണ്ടോ? അത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക്. ഇതൊരു സറ്റയറായിട്ട് അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഒരു സറ്റയർ വളരെ പെട്ടെന്നൊരു ഓഫ്ലൈൻ ഇതാവുന്നു, അത് ഗ്രൗണ്ടിൽ ഇളക്കങ്ങൾ സൃഷ്ടിക്കുക നമുക്ക് കാണാം. എഗൻ ഞാൻ പറയുന്നു, ഇതൊരു വലിയ വിപ്ലവം ഉണ്ടാക്കുന്നു, എന്തെങ്കിലും നിലയ്ക്കൊരു പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സൊസൈറ്റൽ ചേഞ്ച് ഓൾറെഡി ഹാസ് ഹാപ്പൻഡ് എന്നുള്ളതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു, സൊസൈറ്റൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥിരം ക്യാപ്സ്യൂളുകളുണ്ടല്ലോ, ജിഹാദി, പാകിസ്ഥാനി, മറ്റവൻ, മുഗളൻ, നെഹ്റു, ഇതിന് വിലപ്പോവില്ല എന്നൊരു കുട്ടി പ്രസംഗിക്കുന്നുണ്ടല്ലോ. ആ ക്യാപ്സ്യൂളുകളൊക്കെ ഒന്ന് മാറ്റുമെന്ന് പറഞ്ഞില്ലേ, ഇത് വിലപ്പോവില്ല. ഇത് നിങ്ങൾ ഡംപ് ചെയ്ത് ആളുകൾ ഈ തലമുറയ്ക്ക് എത്ര കൊടുത്തു ഈ പറയുന്നത്. ആ കുട്ടികളാണ് വന്നിരിക്കുന്നത്. അവർ ഹിന്ദു മുസ്ലിം ഭായ് ഭായ് എന്നാണ് വിളിക്കുന്നത്. ഹിന്ദു മുസ്ലിം രാജ്നീതി ഹോയ് ഹോയ് എന്നവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വേണ്ടെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഈ ഭരണകൂട നറേറ്റീവ് പഠിപ്പിക്കാൻ വേണ്ടി 24/7 പണിയെടുത്ത മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ആക്രോശിച്ച് കൂവുകയാണ് അവർക്ക് ആ പ്രദേശത്ത് വരാൻ പറ്റുന്നില്ല, മൈക്കുമായിട്ട് ഓടി ഒളിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൊസൈറ്റൽ ചേഞ്ച് ഹാസ് ഹാപ്പൻഡ്. അത് പൊളിറ്റിക്കൽ ചേഞ്ച് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പ്രധാൻ രാജിവെപ്പിക്കുമോ അറിയില്ല. ഇനി രാജിവെപ്പിച്ചാൽ തന്നെ ചിലപ്പോൾ ഇതിലും വലിയ പൊസിഷൻ കൊടുത്തേ, ഒറീസ മുഖ്യമന്ത്രിയൊക്കെ ആക്കിയേക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അടുത്ത ടൈം ഉപരാഷ്ട്രപതിയൊക്കെ ആക്കിയേക്കും. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഈ എൻ്റയർ മെക്കാനിസം ഉണ്ടല്ലോ, RSS, BJP, ഭരണകൂടം, മാധ്യമങ്ങൾ, ഇവരെല്ലാം കൂടെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് എടുത്ത പണിയുണ്ടല്ലോ, ആ പണി അത് വിജയിച്ചിട്ടില്ല. അതിന് ഈ സമൂഹം വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നുള്ളത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്.